ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ കോൺട്രാക്റ്റ് സാന്റോസ് ഒരു വർഷത്തേക്ക് കൂടി പുതുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു. അതിന് പിന്നാലെ നെയ്മർ ജൂനിയർ സാന്റോസിൽ എത്തുകയും ചെയ്തിരുന്നു. ജിമ്മിൽ കുറച്ചു നേരം അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിലവിൽ നെയ്മർ ജൂനിയർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് സാന്റോസ് ഇപ്പോൾ നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സീസണിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. CBFന്റെ ഡെയിലി ഇൻഫർമേഷൻ ബുള്ളറ്റിനിലാണ് നെയ്മർ ജൂനിയറെ സാന്റോസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോൺട്രാക്റ്റ് പുതുക്കിയ വിവരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് പൗളിസ്റ്റ A1-ൽ നെയ്മർ ജൂനിയർക്ക് കളിക്കാം എന്നർത്ഥം. ഇനിയിപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിനുള്ള ക്ലബിന്റെ ലിസ്റ്റ് Aയിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ പൗളിസ്റ്റ A1-ലെ തുടക്കത്തിലെ മത്സരങ്ങൾ നെയ്മർ ജൂനിയർക്ക് കളിക്കാൻ കഴിയില്ല. ഈ മാസം സാന്റോസ് 5 പൗളിസ്റ്റ A1 മത്സരങ്ങളാണ് കളിക്കുന്നത്. ആ മത്സരങ്ങൾ നെയ്മർക്ക് നഷ്ടമാകും. കൂടാതെ ബ്രസീലിയൻ ലീഗിൽ ഒരു മത്സരവും സാന്റോസ് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ മത്സരവും നെയ്മർ ജൂനിയർക്ക് നഷ്ടമാകും. അടുത്ത മാസത്തിന്റെ തുടക്കത്തിൽ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഈ സീസണിലെ ആദ്യ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് സാന്റോസ് ഇപ്പോൾ ഉള്ളത്. അതായത് നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 നടക്കുന്ന പൗളിസ്റ്റ A1-ലെ ആദ്യ മത്സരത്തിൽ നോവോ ഹൊറിസോണ്ടിനോ എന്ന ക്ലബ്ബാണ് ഇപ്പോൾ സാന്റോസിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. നെയ്മർ ജൂനിയറുടെ അഭാവത്തിലാണ് ഈ ഒരു മത്സരം അവർക്ക് കളിക്കേണ്ടി വരിക. കഴിഞ്ഞ സീസണിൽ പരിക്ക് കാരണം പല മത്സരങ്ങളിലും നെയ്മർക്ക് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു. പല മത്സരങ്ങളിലും കുറച്ച് സമയം മാത്രമാണ് നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നിട്ടും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. 30 മത്സരങ്ങൾ കഴിഞ്ഞ സീസണിൽ കളിച്ച നെയ്മർ 12 ഗോളുകളും 6 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.